എൻ്റെ പേര് രാഹുൽ എന്നാണ്. 2 ദിവസം മുന്നേ ബസ്സിൽ നിന്ന് എൻ്റെ ഒരു ബ്രേസ്ലെറ്റ് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ ആരും കൊണ്ടുവന്ന് വിറ്റണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ബ്രേസ്ലെറ്റ് മിസ്സായി പോയാ? അല്ല, എത്ര പൗണ്ട് ബ്രേസ്ലെറ്റ് ആയിരുന്നു? അത് 2 പൗണ്ട് ബ്രേസ്ലെറ്റ് ആണ്. അല്ല, അതിൻ്റെ കൃത്യമായ തൂക്കം നിങ്ങളതിലുണ്ടാ? അല്ല, നിങ്ങളതിൽ ബില്ലുണ്ടാവില്ല അതിൻ്റെ? വാങ്ങിയിട്ട് 4-5 വർഷമായി. പക്ഷെ അതിൻ്റെ ബില്ലും കാര്യങ്ങളൊന്നും കയ്യിലില്ല. പക്ഷെ തൂക്കം അതിൻ്റെ 2 പവനാന്നുള്ളത് ഓർമ്മയുണ്ട്. അപ്പോൾ വാങ്ങിയിട്ട് 4-5 വർഷമായാ? നമുക്ക് അതിൻ്റെ കൃത്യമായ തൂക്കം ഉണ്ടെങ്കിൽ നല്ലതാണ്. കാരണം വിൽക്കാൻ വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ ഇന്നലെ ആരെങ്കിലും വന്ന് വിറ്റോന്നറിയില്ല. ഷബീറേ, ഇന്നലെ ആരെങ്കിലും 2 പവൻ്റെ ഒരു ബ്രേസ്ലെറ്റ് ആൻ്റെ ഇവിടെ കൊണ്ടുവന്ന് വിറ്റില്ലായിരുന്നോ? ഇല്ല പോയിച്ചോട്ടാ, ഇന്നലെ 2 പവൻ്റെ ബ്രേസ്ലെറ്റ് ഒന്നും ആരും വിറ്റില്ല. പിന്നെ 1 പവൻ്റെ ബ്രേസ്ലെറ്റ് വിറ്റിട്ടുണ്ടായിരുന്നു ഒരാൾ. രാഹുലേ, ഇന്നലെ ആരും വന്ന് വിറ്റില്ലാന്നല്ലേ പറയുന്നത്? നിങ്ങളത് എൻ്റെ വ്യക്തമായ തൂക്കോ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളെ കയ്യിൽ? ഇല്ല, ഫോട്ടോ ഒന്നും എടുത്ത് വെച്ചില്ല. പിന്നെ 2 പവനാന്നുള്ളൊരു ഓർമ്മയേ ഉള്ളൂ. ഇന്ന് 2 പവനുണ്ടല്ല, 2,29,520 രൂപ അന്ന് വില വരുന്നത്. അപ്പോൾ ഇത്രയും വിലയുള്ളൊരു സാധനത്തിൻ്റെ ഫോട്ടോ തൂക്കം എന്തെങ്കിലും നിങ്ങളൊന്ന് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു. കാരണം അതിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ നമുക്കത് വിൽക്കാൻ വരുമ്പോൾ തന്നെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇത്രയും വിലയുള്ള സാധനത്തിന് നിങ്ങൾ ഒരു ശ്രദ്ധയില്ലാണ്ടായി ഇത്രയും കാലം ഉപയോഗിച്ച്. അല്ല, ഇത് അങ്ങനെ വീണു എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഫോട്ടോ എടുക്കുന്ന കാര്യം ചിന്തിച്ചിട്ടില്ല. ഈ സ്വർണ്ണവില ഇങ്ങനെ അടിച്ച് കയറിയിട്ടല്ലേ ഉള്ളേ. അപ്പോൾ ഈ 2 പവൻ്റെ സാധനം ഒന്നും കിട്ടിക്കഴിഞ്ഞാൽ ആരും തിരിച്ചു തരൂല. അപ്പോൾ നമുക്കിത് തിരിച്ചിട്ടാനുള്ള ആകെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഫോട്ടോ തൂക്കുവാണ്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമല്ല. നിങ്ങളെ മൊബൈലിൽ അതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിട്ടല്ല നമുക്ക് സുഖമായിട്ട് നമ്മളെ ജ്വല്ലറി ഗ്രൂപ്പിലൊക്കെ അയക്കാൻ പറ്റും. അതുപോലെ ന്യൂസ് ചാനലൊക്കെ ഉണ്ടല്ലോ ഒരുപാട്. അപ്പോൾ അതിലേക്കെല്ലാം വിടരുന്നു. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കിട്ടാനുള്ള സാധ്യത കുറച്ച് അധികമാണ്. ഓ, ശരിയാന്നല്ലേ. ഞാൻ അത്രയ്ക്ക് ചിന്തിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അത് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഏതായാലും നിങ്ങളുണ്ടല്ല, പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തോ. ഇത്ര പൈസൻ്റെ സാധനമല്ലേ, അവിടെ ഒരു പരാതി അവിടെ നിന്നോട്ട്. അത് നല്ലതാണ്. പരാതിയെല്ലാം കൊടുത്തിട്ട് വല്ല കാര്യം ഉണ്ടാവോ? പരാതി കൊടുത്തിട്ട് കാര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുണ്ടല്ല, നിങ്ങളതിൽ അതിൻ്റെ വ്യക്തമായ തൂക്കമില്ല. കാരണം 2 പവൻ എന്ന് വെച്ചാൽ 16 ഗ്രാമാണ്. അഥവാ നിങ്ങൾ ഇത്രയും കാലത്ത് ഉപയോഗത്തിൽ അതിൻ്റെ 2 കണ്ണി മിസ്സായിട്ട് അത് 15 ഗ്രാം ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പരാതിയിൽ 16 ഗ്രാം മിസ്സായെന്ന് പറഞ്ഞാൽ നിങ്ങൾ പരാതി കൊടുക്കുക. അപ്പോൾ പോലീസിന് അഥവാ ഈ സാധനം എടുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ പറയും, തൂക്കിയിട്ട് പറയൂ ഇത് 15 ഗ്രാമേ ഉള്ളൂ, നിങ്ങളെ പരാതിയിൽ 16 ഗ്രാമല്ലേ ഉള്ളേ, അപ്പോൾ ഇത് നിങ്ങളതല്ല എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ നിങ്ങളുടെ സ്വന്തം സ്ഥാനം നിങ്ങൾക്ക് തരാണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലേ. ബില്ല് അന്നേ സൂക്ഷിച്ചു വെച്ചാൽ മതിയായിരുന്നു. ഈ വാങ്ങുമുണ്ടായ ബില്ലുണ്ടായിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ 4-5 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ബ്രേസ്ലെറ്റ് എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ അതിൻ്റെ തേയ്മാനായിട്ടോ അതിൻ്റെ കണ്ണി എന്ത് കളയിട്ടോ അതിൻ്റെ തൂക്കം കുറയാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ 1/2 ഗ്രാമോ 1 ഗ്രാമോ കുറവുണ്ടാവും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പഴയ ബില്ലുണ്ടായിട്ട് കാര്യമില്ല. ഓ, അങ്ങനെ ആയിരുന്നല്ലേ. എന്തായാലും വാങ്ങിയ സമയത്ത് ഒരു ഫോട്ടോ എടുത്ത് വെച്ചാൽ നല്ലതേനും. വാങ്ങിയ പാട് ഫോട്ടോ എടുത്താൽ ഒരു പരിധി വരെ നല്ലതാണ്. പക്ഷെ ശരിക്കുണ്ടല്ല, വാങ്ങിയ പാടുള്ള ഫോട്ടോകൾ എടുക്കുക. പിന്നെ 2 വർഷം കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഒരു ഫോട്ടോ എടുക്കുക. കാരണം വാങ്ങിയ തിളക്കത്തുള്ളൊരു സാധനം ആയിരിക്കില്ല. 2 വർഷം കഴിയുമ്പോൾ അതിൻ്റെ പോളിഷെല്ലാം പോയിട്ട് അതിൻ്റെ കോലങ്ങ് മാറിയിട്ടുണ്ടാവും. ആ 2 ഫോട്ടോ കണ്ടാൽ ചിലപ്പോൾ തിരിയില്ല. 2 വർഷം കഴിഞ്ഞ സാധനം ഉണ്ടല്ല, പിന്നെ 3-4 വർഷമായാലും അത് അതേ രൂപത്തിലുണ്ടാവുക, വലിയ മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ ഈ സാധനത്തിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഇത് എവിടെയെങ്കിലും മിസ്സായി ആരെങ്കിലും വിൽക്കാൻ വരുമ്പോണ്ടല്ല, നമുക്ക് ഈ സാധനം കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ അതിൻ്റെ തൂക്കം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ത്രാസിലിട്ട തിരിഞ്ഞല്ല ഇത് നിങ്ങളെ സാധനമെന്ന് മനസ്സിലാവും. നിങ്ങൾ പറഞ്ഞ ശരിയാട്ടാ. ഞാനിത് മുന്നേ ചെയ്യേണ്ടായിരുന്നു. എനിക്ക് വലിയൊരു അബദ്ധം പറ്റി. ഏതായാലും ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കാമല്ലേ? ഏതായാലും നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തോ. കാരണം ഇനി അത് കിട്ടാൻ വേറെ ഒരു ഓപ്ഷനും നിങ്ങളെ കയ്യിലില്ല. ഒരു പരാതി ഒന്ന് കൊടുത്തുകളാം. പിന്നെ ഇനി മുതലുണ്ടല്ല, വീട്ടിലുള്ള സ്വർണ്ണ കാര്യം ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവരിക, അതിൻ്റെ ഫോട്ടോ എടുക്കുക, അതിൻ്റെ തൂക്കം കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മളെ ഷോപ്പിൽ വരുന്ന എല്ലാവരെ കൊണ്ടും നമ്മളിത് ചെയ്യിക്കലുണ്ട്. കാരണം ഇതുപോലത്തെ കേസ് 1-2 ഒരുപാടുണ്ട്. അപ്പോൾ എൻ്റെ ഷോപ്പിൽ വരുന്ന എല്ലാ കസ്റ്റമറെ കൊണ്ടും ഞാൻ അതിൻ്റെ ആ സ്വർണ്ണ അവിടെ വെച്ച് അവരെ മൊബൈലിൽ തന്നെ ഒരു ഫോട്ടോ എടുപ്പിച്ചിട്ട് ഞാൻ വിടുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇക്കാര്യം ചെയ്തോ കേട്ടാ. ഇനി എന്താ ഞാനത് ചെയ്യും. അല്ല, ഞാൻ ഈ ചെയിനിൻ്റെ കാര്യം പറഞ്ഞു. ഈ ചെയിനിൻ്റെ മോതിരത്തിൻ്റെ ഫോട്ടോ ഇപ്പം തന്നെ ഒന്ന് എടുത്തന്നാട്ടെ. ഇതുപോലെ വീട്ടിലും കുറച്ച് സ്വർണ്ണമുണ്ട്. അത് ഇന്ന് വൈകുന്നേരം ഞാൻ കൊണ്ടുതരാം. അതിൻ്റെയും കൂടി ഫോട്ടോ ഇവിടെ തന്നെ ഒന്ന് എടുത്താൽ മതി. എല്ലാ സ്വർണ്ണം ഇന്ന് തന്നെ കൊണ്ടുവന്നു കേട്ടാ. നിങ്ങളെ കഴുത്തുള്ള ചേരിനെ ഇത്ര സമയം സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ല. അപ്പം വീട്ടിലെ കാര്യമുണ്ടല്ല, നിങ്ങൾ വീട്ടിലെത്തിയോടെ മറക്കും. അതുകൊണ്ട് ഓർമ്മിച്ചിട്ട് ഇന്ന് തന്നെ കൊണ്ടുവന്നോ. എല്ലാവരുടെയും ഫോട്ടോ ഞാൻ കറക്റ്റായിട്ട് എടുത്തുതരാം കേട്ടാ. അപ്പം നമുക്കിതിൻ്റെ തൂക്കം വെവ്വേറെ തന്നെ എടുക്കാം കേട്ടാ. ഇത് മോതിരത്തിൻ്റെ തൂക്കമാണേ. 7,420 മോതിരത്തിൻ്റെ തൂക്കം, 29,150 ചെയിൻ്റെ തൂക്കം. പിന്നെ അതുമാത്രം പോരാ, നമുക്ക് ഈ ചെയിൻ്റെ നീട്ടം കൂടി നല്ലതാണ്. കാരണം ഇന്നാളൊരു കസ്റ്റമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരായിരിക്കും ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്ത് വരുമ്പോൾ നീട്ടം കുറവ്. പക്ഷേങ്കിൽ അവർക്ക് തെളിവോ കാര്യം ഒന്നുമില്ല പറയാൻ വേണ്ടിയിട്ട്.
ഈ കൊണ്ടുപോയി പറഞ്ഞാൽ നമ്മളൊന്നും എടുത്തിട്ടില്ല, നിങ്ങൾ തന്നത് തന്നെ തിരിച്ചെന്ന് പറഞ്ഞത്. പക്ഷേ അതിൽ നീട്ടം കുറവുണ്ടായി, അങ്ങനെ ഒരു ദുരൂപം ഉണ്ടായിനെ. അതുപോലെ നിങ്ങൾ ആർക്കെങ്കിലും ഇടാൻ കൊടുത്തിട്ടോ അല്ലെങ്കിലോ ഏതെങ്കിലും രീതിയിൽ ഇതിൻ്റെ നീട്ടം നിങ്ങൾ കുറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് നീട്ടം കൂടി പോകണം. പിന്നെ ഈ നീട്ടത്തിൻ്റെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ ഇത്ര നീട്ടമുള്ള ഇത്ര വെയിറ്റുള്ള ഇങ്ങനെ ഒരു സ്വർണ്ണമാണ് മിസ്സായി നമുക്ക് സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റി കഴിഞ്ഞാൽ എന്തായി, നമുക്കിത് കിട്ടാൻ ഏതാണ്ട് 90% ചാൻസ് ആണ്. അപ്പം നമുക്ക് നീട്ടം കൂടി ഇതിൻ്റെ കൂടെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ നിങ്ങളെ മൊബൈലിൽ എടുക്കണ്ട കേട്ടോ, കാരണം ഇതിൻ്റെ തെളിവിൽ നിങ്ങളെ കയ്യിലാവണ്ടേ. ഒന്ന് ഓണാക്കി തന്നാട്ടെ ക്യാമറ. ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ധൈര്യത്തിൽ ഈ സാധനം ഉപയോഗിക്കുക. എവിടെയെങ്കിലും മിസ്സായാലും നിങ്ങൾ ഈ സാധനത്തിന് ഒരു അഡ്രസ്സായി ഈ ഒരു ഫോട്ടോ. കാരണം മിക്ക ആ കസ്റ്റമർക്കുള്ള പ്രശ്നം വെച്ചാൽ അവരുടെ കയ്യിൽ എത്ര പവനാന്ന് കൃത്യമായിട്ട് ധാരണ ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്കിപ്പോൾ കൃത്യമായ ധാരണ ഒന്നല്ലോ, ഇതാണ് നിങ്ങളുടെ സ്വർണത്തിൻ്റെ തൂക്കം. ഏടെ മിസ്സായാലും നിങ്ങൾക്കൊരു ധൈര്യം ഇപ്പം വന്നല്ലോ. അപ്പോൾ ഇതാ നിങ്ങളുടെ സ്വർണം. അപ്പോൾ വീട്ടിലുള്ള സ്വർണം ഇന്ന് വൈകുന്നേരം തന്നെ നിങ്ങൾ കൊണ്ടുവരാൻ കേട്ടാ, മറന്നു പോരേ. തീർച്ചയായും ഇന്ന് വൈകുന്നേരം തന്നെ ഞാൻ വരും. ഒരുപാട് ജ്വല്ലറിന് സ്വർണം വാങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ആരും ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല. ഇനി എന്തായാലും സ്വർണം വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ ജീസസ് കോഡിൽ വരും. സ്വർണ്ണം ഇടുന്ന വാങ്ങിയില്ലേ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വർണ്ണം വാങ്ങിക്കോ. ഞാൻ പറഞ്ഞല്ലേ, ഇതുപോലുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചാൽ മതി. കാരണം സ്വർണ്ണവില അത്ര കൂടുതലാണ്. ആരതായാലും ഒരു പൈസ നഷ്ടപ്പെടാൻ പാടില്ലെന്നേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് വൈകുന്നേരം പാട്ടോ. ശരി ശരി എന്നാൽ ഓക്കെ.